രാവിലെ തന്നെ എണീച്ച് ഇന്നത്തെ പരിപാടി നേരെ ഏലത്തിന് വളമിടാൻ പോണം. അങ്ങനെ വണ്ടിയുടെ താക്കോലെടുത്ത് പുറത്തിറങ്ങിപ്പോണ്ടാ മഴ തുടങ്ങി. തണുപ്പാണെങ്കിൽ ഒരു രക്ഷയിലാട്ടാ. തിരിച്ചു പോയി കിടന്ന് ഉറങ്ങിയാലോ എന്നൊക്കെ ആലോചിച്ചാ. മിക്കവാറും വളമിടിയിൽ ഇന്ന് വെള്ളത്തിലാവും. അടുത്ത പരിപാടി നേരെ കടയിൽ പോയി വളം കയറ്റുക, നേരെ വിടുക. ഇതാട്ടാ നമ്മുടെ സിറ്റി എസ്റ്റേറ്റ് പൂപ്പാറ. നമ്മൾ മേടിച്ചു വെച്ച വളം ഓരോന്നോരോന്നായിട്ട് വണ്ടിയിലോട്ട് കയറ്റുക കേട്ടോ. മഴ കൂടി അനീസൻ ചേട്ടൻ്റെ ചായക്കടയിലെ ചായ എന്നെ മാടി മാടി വിളിച്ചു. ചായ കൂടി കഴിഞ്ഞ് അടുത്ത ലക്ഷ്യം റഹീനെ വിളിക്കുക, അതായത് നമ്മുടെ പാർട്ട്ണറേ. നിങ്ങൾക്കൊക്കെ ചായ പിടിക്കാൻ വേണ്ടി സ്വയം ത്യാഗം ചെയ്ത് മുരടിച്ചു പോയ സിറ്റി ആട്ടോ ഇത് പൂപ്പാറ. ചുറ്റും തേയിലത്തോട്ടമാണ്, അതുകൊണ്ട് തന്നെ ചുറ്റുമുള്ള സ്ഥലം കമ്പനിയുടെ കയ്യിലാണ്. നമ്മുടെ പാർട്ട്ണർ ഒരുത്തം വരാനുണ്ട്, കസിനാ. ഇപ്പോൾ വരും, വെയിറ്റിങ്ങാ. അങ്ങനെ ലെവനെ കണ്ടു കിട്ടിയിട്ടോ. ഇന്ന് ഞങ്ങളുടെ പ്ലാനങ്ങ് മാറ്റി. മഴ കാരണം വളവടിയിലങ്ങ് വേണ്ടാന്ന് വെച്ചു. ഇനി എന്നാ അഴുകിയ ശരമൊക്കെ അങ്ങ് കണ്ടിച്ചു കളഞ്ഞേക്കാം. എടാ നല്ല മഴയാ, പണിയണോ? പണിയണം. ആയത് എന്തിയടാ? അങ്ങനെ ഞങ്ങൾ പണിയങ്ങ് തുടങ്ങി. അഴുകിയ ആ സാധനമൊക്കെ അങ്ങ് കണ്ടിച്ചു കളയുക, ഇല്ലെങ്കിൽ അടുത്ത ചെടിയിലോട്ട് ഇങ്ങനെ പടർന്നു പിടിക്കും. അങ്ങനെ പണിയുടെ ഇടയ്ക്ക് കണ്ട ഒരു സുന്നാമണിയാട്ടോ ഇത്. ഇത് എന്നാ സാധനം നിങ്ങൾക്കറിയോ? അറിയെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേ. തണുക്കുണ്ടോ? മഴ പെയ്ത് കഴിഞ്ഞിട്ട് ഒരു സൈസ് കുത്തി കയറുന്ന സൈസ് തണുപ്പാ. ഇനി ഞങ്ങൾ വള്ളി തൂങ്ങി പുട്ടടിക്കാൻ പോവാ. ഹോട്ടലിലെ കണ്ണാടി ഗ്ലാമർ അല്ലേലും ഞാൻ ഇച്ചിരി ഗ്ലാമർ അല്ലേ. ഹോട്ടലിലെ ബാഗ് നമ്മുടെ ക്യാമറ കണ്ടപ്പോ ഒന്ന് നാണം വന്നേ. കുറച്ചു നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ഐറ്റം കൊണ്ടുവന്നു കേട്ടോ. പൊറോട്ടയും മുട്ടയും. പിന്നെ പൊറോട്ടയും മുട്ടയും ഞാനും യുദ്ധത്തോട് യുദ്ധം, പൊരിഞ്ഞ യുദ്ധം. പൊറോട്ടയുടെ കൂടെ യുദ്ധം കഴിഞ്ഞിനി നേരെ പറമ്പിലോട്ടാട്ടോ. അങ്ങനെ പണിയൊക്കെ തീർന്ന് ഓലിയിൽ കാലും കയ്യൊക്കെ ഒന്ന് കഴുകി വൃത്തിയായിട്ട് പോകാന്ന് വെച്ചു. മോള് കുറച്ച് തൈച്ചടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ അത് നോക്കിയപ്പോ ചിമ്പൊക്കെ പൊട്ടിയിട്ടുണ്ട്. അത് കണ്ട് കൃതാർത്ഥം എന്തിലാട്ടെ. അങ്ങനെ ഇറങ്ങാൻ നിൽക്കുമ്പോഴാട്ടോ ഈ ഒരു ഐറ്റം എന്റെ കൈ കിട്ടണേ. ഇത് എന്നെ സാധനം വല്ല പിടുത്തമുണ്ടോ നിങ്ങൾക്ക്? അവിടെ നിന്ന് പോരുമ്പോ താണ്ടാ 2 കൂണ്. അങ്ങനെ പണിയെല്ലാം കഴിഞ്ഞ് പറമ്പിൽ നേരെ വീട്ടിലേക്ക്. അവനെ ഇറക്കി വിട്ട് ഹുസൈൻ ഒരു ടാറ്റയും കൊടുത്ത് ഞാൻ നേരെ വീട്ടിലോട്ട് വിട്ടുപോയി. വീട്ടിൽ വന്നൊരു കുളിയും പാസ്സാക്കി ഉമ്മ ഉണ്ടാക്കി വെച്ച കപ്പയും തിന്നിട്ട് നിങ്ങൾ വിചാരിക്കും ഞാൻ കിടന്നുറങ്ങുന്നു. നോ 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 നോ. ഇനി നേരെ കടയിലേക്ക്. ഇവിടെ പണിയെടുക്കാണ്ട് ജീവിക്കാൻ പറ്റൂല, ഇഷ്ടം പോലെ പണിയാ. അങ്ങനെ നേരെ കടയിലേക്ക് വന്നു. ഇന്നത്തെ പരിപാടി തീർന്നിട്ടൊന്നുമില്ല കേട്ടാ. വൈകുന്നേരം മഴയില്ലെങ്കിൽ നേരെ വോളിബോൾ കളിക്കാൻ പോകും. അപ്പോ അടുത്ത വീഡിയോ ആയിട്ട് ശ്രദ്ധിക്കുമ്പോഴേ വടക്കം.